ഖദീം അസ്മാ സിഫാത്തുകളുടെ കാര്യത്തിൽ മുഴുവൻ ഇസ്മുകളും മുഴുവൻ സിഫത്തുകളും അള്ളാഹു അറിയിച്ചു തന്നതായിരിക്കണം. അള്ളാഹു അറിയിക്കാത്ത ഒരു പേര് അള്ളാഹുവിനെ നമുക്ക് വിളിക്കാൻ പറ്റില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അവനുണ്ട് എന്ന് വിശേഷിപ്പിച്ച ഒരു വിശേഷണമല്ലാതെ മറ്റൊരു ഗുണവിശേഷണം അള്ളാഹുവിലേക്ക് ചേർത്ത് പറയാനും പറ്റില്ല. അത് തൗഖീഫിയ്യ, വഹയിനെ ആസ്വദിച്ച് നിലക്കൊള്ളുന്ന കാര്യമാണ്. വഹയിലെ പദത്തിനപ്പുറം മറ്റൊരു പദത്തിലേക്ക് പോകാൻ പറ്റില്ല. എന്നാൽ അനുവാചകരായ ആളുകൾക്ക് ചില കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കുമ്പോൾ, പറഞ്ഞു കൊടുക്കുമ്പോൾ ഇത്ലാഖിന്റെ ബാബിൽ കാര്യം ഗ്രഹിക്കാൻ വേണ്ടി വിശദീകരിക്കുന്ന ഇത്ലാഖിന്റെയും ഇഖ്ബാറിന്റെയും ഭാഗത്ത് മറ്റു പദങ്ങൾ ഉപയോഗിക്കാറുണ്ട്. വബാബുൽ ഇഖ്ബാരി വൽ ഇത്ലാഖ് ഔസഅ മിൻ ബാബിൽ അസ്മാഇ വസ്സിഫാത്ത് അത്തൗഖീഫിയ്യ. ഇതാണ് അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅ ആ വിഷയത്തിൽ കൈക്കൊണ്ടിട്ടുള്ള നിലപാട്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹു തആല അദ്ദേഹത്തിന്റെ അൽ ബദായിഉൽ ഫവായിദ് എന്ന് പറയുന്ന ബദായിഉൽ ഫവായിദിൽ ഈ കാര്യം വിശദീകരിച്ചിട്ടുണ്ട്. അതിന്റെ വിശദമായ ചർച്ചകൾ ആവശ്യമുള്ള ആളുകൾ ബദായി വായിച്ചു നോക്കിയാൽ ആ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകും. അതിൽ അവസാനം അഹ്ലുസ് സുന്നത്തിന്റെ ഉലമാക്കൾ തഖ്രീർ ചെയ്തിരിക്കുന്നത് ഇപ്രകാരമാണ്: ബാബുൽ ഇത്ലാഖ് വൽ ഇഖ്ബാർ والإخبار أوسع من باب الأسماء والصفات التوقيفية. എന്താ പറയുന്നതിന്റെ അർത്ഥം? ഇത്ലാഖ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഗുണവിശേഷങ്ങൾ വിശദീകരിച്ചു കൊടുക്കുന്നതിന് വേണ്ടി ഒരു കാര്യം പറഞ്ഞു കൊടുക്കുക. അത്ലഖാന്ന് പറയാനാണ് ഇതിന്റെ അർത്ഥം. വൽ ഇഖ്ബാർ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളമുള്ള ഒരു കാര്യം മറ്റൊരാൾക്ക് നമ്മൾ വൃത്താന്തം എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് അത് ഔസ കുറച്ചുകൂടി വിശാലമാണ്. ഏതിനേക്കാൾ? മിൻ ബാബിൽ അസ്മാഇ വസ്സിഫാത്ത് അത്തൗഖീഫിയ്യ. അള്ളാഹുവിനെ നമ്മൾ പേര് വിളിക്കുന്ന പേരുകളും അള്ളാഹുവിന്റെ ഗുണവിശേഷമായി പറയുന്ന സിഫാത്തുകളും അത് തൗഖീഫിയ്യത്താണ്, അള്ളാഹു നൽകിയതാണ്, വഹയിലൂടെ നൽകിയതാണ്. ആ വഹയിലൂടെ നൽകിയ പദങ്ങളെക്കാളും കുറച്ചുകൂടി വിശാലമാണ് ഇക്കാര്യം. ഇപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖാലിഖാണ് എന്ന് നമ്മൾ പറഞ്ഞാൽ, ഖാലിഖ് എന്നുള്ളത് അള്ളാഹിന്റെ ഒരു ഇസ്മുമാണ്. അള്ളാഹ് ആ ഖാലിഖ് എന്ന ഇസ്മിൽ ഖൽഖ് എന്നുള്ള സിഫത്ത് ഉൾക്കൊണ്ടിട്ടുണ്ട്. ആ പദം തൗഖീഫിയാണ്. അള്ളാഹിന്റെ പേര് പറയുമ്പോൾ ഖാലിഖ് എന്ന് തന്നെ വിളിക്കണം. അവിടെ വേറെ ഒരു പദം ഉപയോഗിക്കാൻ പറ്റില്ല. നേരെ മറിച്ച് ഈ ഖാലിഖ് എന്താണ് എന്ന് കൃത്യമായി അറിയാത്ത ഒരാൾക്ക് ഖാലിഖ് വിശദീകരിച്ചു കൊടുക്കാൻ വേണ്ടി വേറെ പദങ്ങൾ ഉപയോഗിക്കാം. അതാണ് പറയുന്നതിന്റെ അർത്ഥം. ഇപ്പൊ ഉദാഹരണമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവ്വല, ഇവിടുത്തെ വിഷയം അതാണ്. അവ്വൽ എന്ന് പറയുന്ന സമയത്ത് ആ പദം പറഞ്ഞു കൊടുത്താൽ ചില ആളുകൾക്ക് കാര്യങ്ങൾ വേണ്ടതുപോലെ മനസ്സിലാക്കാൻ കഴിയില്ലെങ്കിൽ മറ്റൊരു പദം ഉപയോഗിച്ച് ആ കാര്യത്തെ ഇത്ലാഖ് ചെയ്യാം, ഇഖ്ബാർ ചെയ്യാം. അവിടെ അള്ളാഹനെ വിളിക്കുകയോ അള്ളാഹനെ വിശേഷിപ്പിക്കുകയോ അല്ല ചെയ്യുന്നത്, മറിച്ച് അള്ളാഹുവിന്റെ നാമവും വിശേഷണവും അള്ളാഹു പറഞ്ഞത് തന്നെ അതിൽ മാറ്റം വരുത്താതെ തിരുത്താതെ അത് നിലനിർത്തുകയും അതിനെ മറ്റൊരു പദത്തിലൂടെ വേറൊരാൾക്ക് മനസ്സിലാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ മറ്റൊരാൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി കാര്യങ്ങൾ വേറെ ഒരു പദത്തിൽ ഇത്ലാഖ് ചെയ്യുന്നതും ഇഖ്ബാർ ചെയ്യുന്നതും അത് തെറ്റില്ല എന്നർത്ഥം. അള്ളാഹിനെ കുറിച്ചിട്ട് വിശദീകരിച്ച് തരുമ്പോ പറയാണ് അള്ളാഹു പടച്ചവനാണ് എന്ന് പറഞ്ഞാൽ
അത് ബാബുൽ ഇത്ലാഖിലും ഇഖ്ബാറിലുമാണെങ്കിൽ കുറ്റപ്പെടാനില്ല. നേരെ പഠിച്ചോനെ കാക്കണേ എന്ന് പറയുകയാണെങ്കിൽ ആ പദം അല്പം സൂക്ഷിക്കണം. പഠിച്ചവനെ, തമ്പുരാനെ സാധാരണ നമ്മൾ വിളിക്കുന്ന വിളിയാണ്. അവിടെ നമ്മൾ വേറെ ഒന്നിലേക്ക് അള്ളാന്റെ ഇസ്മും ഒഴിവാക്കിയിട്ട് അത് അർത്ഥം ധരിപ്പിക്കുന്ന മറ്റു വാക്കിലേക്ക് പോകാൻ നമുക്ക് അവകാശമില്ല. അസ്മാഉൽ സിഫാത്ത് ഇസ്മിയത്തിന്റെയും സിഫത്തിന്റെയും പദങ്ങൾ തൗഖീഫിയ്യത്താണ്. വഹയിൽ കിട്ടിയ വാക്ക് തന്നെ വേണം. പക്ഷേ ആ വഹയിൽ കിട്ടിയിട്ടുള്ള അള്ളാന്റെ ഇസ്മും ഇസ്മിൽ ഉൾക്കൊള്ളുന്ന സിഫത്തും നമ്മൾ ഒരാൾക്ക് വിശദീകരിച്ചു കൊടുക്കുമ്പോൾ അയാൾക്ക് വേറെ പദങ്ങളിലൂടെ അത് ഗ്രഹിപ്പിക്കാൻ, മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കാം. അത് ഇത്ലാഖാണ്, ഇഖ്ബാറാണ്, അതിന് കുഴപ്പമില്ല. ഇതാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅ ഈ കാര്യത്തിൽ തഹ്ഖീഖ് ചെയ്തിരിക്കുന്ന അവരുടെ ഖാഇദ. അതാണ് ബാബുൽ ഇത്ലാഖ് വൽ ഇഖ്ബാർ ഔസഉ മിൻ ബാബിൽ അസ്മാഇ വസ്സിഫാത്ത് തൗഖീഫിയ്യ. അല്ലാതെ ഇസ്മായിട്ട് നമ്മൾ വിളിക്കുകയോ ഇസ്മായിട്ട് നമ്മൾ പറയുകയോ ചെയ്യുകയാണെങ്കിൽ വഹയിൽ വന്ന അതേ വാക്കുവാണ്. അള്ളാന്റെ സിഫത്തായിട്ട് നമ്മൾ പറയുകയോ സിഫത്തായിട്ട് നമ്മൾ അള്ളാനെ വിശേഷിപ്പിക്കുകയോ ചെയ്യുമ്പോൾ അതേ വാക്കിൽ തന്നെ നമ്മൾ വിശേഷിപ്പിക്കണം. എന്നാൽ ഈ സിഫത്തും ഇസ്മും മനസ്സിലാക്കി കൊടുക്കാൻ വേറെ വാക്കുകൾ ഉപയോഗിക്കാൻ പറ്റുമോ? അതിന് കുഴപ്പമില്ല. പക്ഷേ ഉപയോഗിക്കുന്ന പഠിപ്പിക്കുന്ന ആളും പഠിക്കുന്ന ആളും ഇതിനെക്കുറിച്ച് ബോധവാന്മാരായിരിക്കണം. ഈ വാക്കുകൊണ്ട് എനിക്ക് അള്ളാനെ വിളിക്കാൻ പറ്റൂല, ഇത് അള്ളാന്റെ ഇസ്മല്ല. ഈ വാക്കുകൊണ്ട് എനിക്ക് അള്ളാന്റെ സിഫത്ത് പറയാൻ പറ്റൂല, ഇത് അള്ളാന്റെ സിഫത്തല്ല. മറിച്ച് ഇത് അള്ളാന്റെ ഇസ്മിനെയും സിഫത്തിനെയും എനിക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി വേറൊരു വാക്ക് ഉപയോഗിച്ചതാണ്. ആ മനസ്സിലാക്കി തരിക എന്ന ഇത്ലാഖിന്റെയും ഇഖ്ബാറിന്റെയും ധർമ്മം മാത്രമേ ഈ പദത്തിനുള്ളൂ. അസ്മാഉൽ സിഫാത്തുമായി പറയേണ്ട വാക്ക് അത് തൗഖീഫിയാണ്, അത് വഹയിലൂടെ വന്നിട്ടുള്ളതാണ്. അത് ആ വാക്കിൽ തന്നെ ഹസ്ർ ക്ലിപ്തപ്പെടുത്തേണ്ടതാണ്, ചുരുക്കേണ്ടതാണ്. അപ്പൊ ഇവിടെ മുഅല്ലിഫ് റഹിമഹുല്ലാഹ്, അതുപോലെ തന്നെ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പോലും ചില സന്ദർഭങ്ങളിൽ അല്ലാഹു അവ്വലാണ് എന്ന കാര്യം അനുവാചകർക്ക് ഗ്രഹിപ്പിക്കുന്നതിന് വേണ്ടി ഖദീമുൻ ബിൽഇബ്തിദാ എന്ന് പറയാറുണ്ട്. വെറും ഖദീം എന്ന് മാത്രം പറയുകയാണെങ്കിൽ വലിയ തെറ്റാണ്, അത് പാടില്ല. അള്ളാഹ് പഴയവനാണ് എന്നല്ല ഇതിന്റെ അർത്ഥം. അപ്പൊ അങ്ങനത്തെ തെറ്റായ തൊലികളിലേക്ക് പോകും. മറിച്ച് ബിൽഇബ്തിദ എന്ന് കൂടി ചേരുമ്പോൾ ഏതാണ്ട് അവ്വൽ എന്ന് പറയുന്ന ഒരു ആശയത്തെ അതിലൂടെ ധ്വനിപ്പിക്കാൻ സാധിക്കും. ഇബ്തിദ ഇല്ലാത്ത അത്ര ഖദീമാണ്, തുടക്കമില്ലാത്തത്ര ഖദീമാണ്. കാരണം അവരില്ലായ്മ എന്നൊരവസ്ഥ മുന്നിൽ കഴിഞ്ഞു പോയിട്ടില്ല എന്നത് അതുകൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇങ്ങനെ അവ്വൽ എന്നുള്ള അള്ളാഹുവിന്റെ ഇസ്മിനെ ബയാൻ ചെയ്ത് ഗ്രഹിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു ഇസ്ലാഖ് ഇഖ്ബാർ നടത്താം. ആ ഇഖ്ബാർ നടത്തുന്നതിന് കുഴപ്പമില്ല. പക്ഷെ അത് അള്ളാന്റെ ഇസ്മായിട്ട് ഉപയോഗിക്കരുത്. അതുകൊണ്ട് ഖദീമുൻ. എന്നാൽ ഇൽമുൽ കലാമിന്റെ ആളുകൾ ഇൽമുൽ കലാം അത് സ്വീകരിക്കുകയും അതിന്റെ ഗുരുനാഥന്മാരിൽ നിന്ന് ഇൽമു പഠിക്കുകയും ചെയ്തിട്ടുള്ള അശ്അരികൾ, മാതുരീദികൾ, അവരൊക്കെ അള്ളാഹുവിനെ വിശേഷിപ്പിക്കുമ്പോഴും അള്ളാഹുവിന്റെ പേര് പറയുമ്പോഴും ഈ വിവേചനം കൂടാതെ ഖദീം എന്ന പദം അള്ളാന്റെ പേരായിട്ട് പറയും. ഖദീം എന്ന വാക്കിലൂടെ അള്ളാഹനെ വിശേഷിപ്പിക്കും. അത് വലിയ തെറ്റ് തന്നെയാണ്. ഉദാഹരണമായിട്ട് അല്ലാഹു മൗജൂദുൻ ഖദീമുൻ ബാഖി മുഖാലിഫുൻ ലിൽ ഖൽഖി ബിൽ ഇത്ലാഖി. അള്ളാഹുവിന്റെ സിഫാത്തുകളും അസ്മാഉകളും പഠിപ്പിക്കുന്നതിന് വേണ്ടി അവര് സാധാരണഗതിയിൽ ചൊല്ലിപ്പഠിപ്പിക്കുന്ന ആ പദ്യത്തിൽ തന്നെ അങ്ങനെയാണ് പറയാ, അല്ലാഹു മൗജൂദുൻ ഖദീം. അവിടെ തീർച്ചയായിട്ടും നമുക്കൊരു കാര്യം അറിയേണ്ടതുണ്ട്. ഈ പറയുന്ന ഒരാളെ, ആ പറയുന്ന ആളോട് അല്ലാഹു ഖദീമുൻ എന്നുള്ളത് തസിഫുല്ലാഹ ബിൽ ഖിദം വതുസമ്മില്ലാഹ ബിൽ ഖദീം. ഈ വാക്ക് മുജ്മലാണ്. വളരെ സംക്ഷിപ്തമായി അത് കാര്യങ്ങൾ വളച്ചൊടിക്കുവാനും അല്ലെങ്കിൽ നേരായ നിലക്ക് ഉദ്ദേശിക്കുവാനും രണ്ടിനും സാധ്യതയുള്ള മുജ്മലായ ഖൗലാണ്. അയാളോട് നമുക്ക് ചോദിക്കാം, യുസ്തഫ്സൽ, അയാളോട് വിശദീകരണം ചോദിക്കണം. അല്ലാഹു ഖദീം എന്ന് പറയുന്നത് നീ ഏതർത്ഥത്തിലാ പറഞ്ഞത്? തുസമ്മില്ലാഹ ബിൽ ഖദീം, ഖദീം എന്ന അല്ലാഹുവിന് നീ പേര് വിളിക്കുന്നുണ്ടോ? വതസിഫുഹു ബിൽ ഖിദം, ഖിദം എന്നുള്ളത് അല്ലാഹുവിന്റെ സിഫത്തായിട്ട് നീ ചേർക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ തെറ്റ് അതയാൾക്ക് തിരുത്തി കൊടുക്കണം. എന്നിട്ട് ഫൈൻ അബാ ഫഖദ് അൽഹദ ഫി അസ്മാഇല്ലാഹി വസിഫാത്തി, അയാൾ വിസമ്മതിക്കുകയാണെങ്കിൽ അള്ളാഹുവിന്റെ അസ്മാ സിഫാത്തുകളിൽ ഇൽഹാദ് നടത്തിയവനാണ്. ഇൽഹാദ് നടത്തിയവനെ നിങ്ങൾ തഹ്ദീർ ചെയ്തിട്ട് ഒഴിവാക്കിയേക്കും.
അള്ളാഹുവിന്റെ അസ്മാകളിൽ ഇങ്ങനെയുള്ള കൃത്യവിലോപങ്ങളും ഭേദഗതികളും വരുത്തുന്ന ആളുകൾ, അള്ളാഹ് പ്രയോഗിച്ച പദം മാറ്റി വേറെ പദം കൊണ്ട് അള്ളാഹുടെ പേര് വിളിക്കുന്നവൻ, അള്ളാഹുവിലേക്ക് ചേർത്ത് പറഞ്ഞ സിഫത്തിന്റെ പദം മാറ്റി വേറെ പദത്തിലൂടെ അള്ളാഹുവിന്റെ സിഫത്ത് ചേർക്കുന്ന ആളുകൾ, അവര് അസ്മാ സിഫാത്തുകളിൽ ഇൽഹാദ് മാറ്റം വരുത്തിയവരാണ്. വദറു, അവരെ നിങ്ങൾ വിട്ടേക്കൂ. അല്ലദീന യുൽഹിദൂന ഫീ അസ്മാഇഹി ഫയജ്സൗന മാ കാനൂ യഅമലൂൻ. അവരെ ചെയ്യുന്ന കുറ്റകൃത്യത്തിന്റെ പ്രതിഫലം അള്ളാന്റെ അടുക്കൽ പിന്നീട് അവർക്ക് കിട്ടും, അവർ കണ്ടുമുട്ടുക തന്നെ ചെയ്യും. അവരെ വിട്ടേക്കൂ. അല്ല, അയാൾ പറയുന്നത് അല്ലാഹു മൗജൂദുൻ എന്ന് ഞാൻ പറഞ്ഞപ്പോൾ, ഖദീമുൻ ബാഖി എന്ന് പറഞ്ഞപ്പോൾ അള്ളാന്റെ ഇസ്മ് അവ്വൽ എന്നാണ്. അതുകൊണ്ട് തന്നെ ആ ഇസ്മ അത് മാത്രമേ ഞാൻ ഇസ്മായിട്ട് സ്വീകരിക്കുന്നുള്ളൂ, ആ സിഫത്ത് മാത്രമേ അള്ളാഹുവിലേക്ക് ഞാൻ ചേർക്കുന്നുള്ളൂ. പക്ഷെ കേൾക്കുന്ന ഒരു കേൾവിക്കാരന് ആ കാര്യം മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടി വേറൊരാശയം പറഞ്ഞതാണ്, ഞാൻ വേറൊരു പദം പറഞ്ഞതാണ്. ആ പദത്തിന് ഇസ്മു എന്നുള്ള വിലയില്ല, ആ പദത്തിന് അള്ളാഹുവിലേക്ക് ചേർക്കാവുന്ന ഒരു സിഫത്തായി ആ പദത്തെ ഞാൻ കാണുന്നുമില്ല, അത് ഇസ്തിലാഖിലാണ്, ഇഖ്ബാറിലാണ് എന്ന് പറഞ്ഞാൽ ആപത്തിൽ നിന്ന് അയാൾ രക്ഷപ്പെടുകയും ചെയ്തു. നമ്മുടെ നാട്ടിൽ നമ്മൾ പ്രയോഗിക്കുന്ന പടച്ചവൻ ഇതേ അർത്ഥത്തിലാണ് വരിക. ഒരാളെ നാവിൽ നിന്ന് പടച്ചവനിൽ നിന്ന് വീഴുന്നതോടുകൂടി അയാൾ തെറ്റി എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. എന്നാൽ പടച്ചോനെ കാക്കണേ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ അയാൾ വിവരം കെട്ടവനാണ്, അല്ലെങ്കിൽ അയാൾ മുആനിദും മുൽഹിദുമാണ്. രണ്ടിലൊന്നാണ്. ഒന്നുകിൽ വിവരം കെട്ടവെന്ന് പറഞ്ഞാൽ അയാൾക്ക് ഈ വിഷയം തീരെ അറിയില്ല, അതുകൊണ്ട് അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള പദങ്ങളിലല്ലാതെ അള്ളാഹ്ക്ക് ഇവർ സ്വന്തമായ പദങ്ങളിലൂടെ പേര് നിശ്ചയിച്ചു, അത് ഇൽഹാദ് തന്നെയാണ്. അത് പാടില്ല. അവിടെ അള്ളാഹ്ക്ക് അള്ളാഹ് നിശ്ചയിച്ചിട്ടുള്ള പേരിലൂടെ തന്നെ വിളിക്കണം. പടച്ചമ്പുരാനെ എന്ന് വിളിച്ചാൽ ഇൽഹാദ് തന്നെ വരുവതിൽ. നേരെ മറിച്ച് അള്ളാഹിനെ കുറിച്ച് പറയുമ്പോൾ അള്ളാഹ് ഖാലിഖാണ് എന്ന കാര്യം വിശദീകരിച്ചു കൊടുക്കാൻ നമുക്ക് അവൻ പടച്ചവനാണ്, അവൻ സൃഷ്ടാവാണ്, അവൻ പടച്ചവനാണ് എന്ന് പറയുന്നത് ബാബുൽ ഇസ്ലാഖ് വ ബാബുൽ ഇഖ്ബാർ. നമ്മളെ പരിഭാഷകളൊക്കെ ഇസ്ലാഖിന്റെയും ഇഖ്ബാറിന്റെയും ഇനത്തിൽ മാത്രമേ പെടുത്താവുള്ളൂ കേട്ടോ. അള്ളാഹുന്റെ അസ്മാ സിഫാത്തുകൾ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് വാക്കുകൾക്ക് ചില പരിഭാഷകൾ മലയാളത്തിൽ കൊണ്ടുവരും. ആ പരിഭാഷപ്പെടുത്തുന്ന ഒരു പദവും അള്ളാന്റെ ഇസ്മല്ല, ഒരു പദവും അള്ളാന്റെ സിഫത്തല്ല, മറിച്ച് അള്ളാന്റെ സിഫത്തിനെയും ഇസ്മിനെയും പരിചയപ്പെടുത്തുന്ന, അത് മനസ്സിലാക്കി തരുന്ന മറ്റു പദങ്ങൾ മാത്രമാണ്. അതിന് ഇസ്മിന്റെയും സിഫത്തിന്റെയും യാതൊരു പോരിശയില്ല. ഇസ്മിന്റെയും സിഫത്തിന്റെയും പോരിശ കിട്ടണമെങ്കിൽ അത് അള്ളാഹ് ഇറക്കിയ തൗഖീഫിയായ കലിമ, ആ പദം തന്നെ ഉപയോഗിക്കുകയും വേണം. അപ്പൊ സ്രഷ്ടാവ് എന്ന് നമ്മൾ പറഞ്ഞാൽ ഏതാണത്? ബാബ് മിൻ ബാബിൽ ഇത്ലാഖ് വൽ ഇഖ്ബാർ. എന്താണ് അതിൽ ശരിക്കും നമ്മൾ ഏത് ഇസ്മിനെയാണ്, ഏത് സിഫത്തിനെയാണ് അതുകൊണ്ട് ധ്വനിപ്പിച്ചത്? അൽ ഖാലിഖ്. ഖാലിഖ് എന്നുള്ളതാണ് അള്ളാന്റെ ഇസ്മ്, അതിനുള്ള ഖൽഖാണ് അള്ളാന്റെ സിഫത്ത്. പക്ഷെ ഞാൻ സൃഷ്ടാവ് എന്ന് പറഞ്ഞിട്ടുള്ളതോ വഇന്നമാ ദാലിക മിൻ ഖബീലിൽ ഇത്ലാഖ് വൽ ഇഖ്ബാർ, അത് ഇത്ലാഖിന്റെയും ഇഖ്ബാറിന്റെയും ബാബിലാണ്. അതുകൊണ്ട് ഇത്ലാഖിന്റെയും ഇഖ്ബാറിന്റെയും ബാബിൽ ഉപയോഗിക്കുന്ന പദം അറബിയിലാകട്ടെ അനറബിയാകട്ടെ ആ പദങ്ങളിൽ അള്ളാഹുവിനെ വിളിക്കാൻ പാടില്ല. കാരണം അള്ളാഹിനെ വിളിക്കുമ്പോൾ അള്ളാന്റെ പേരായിത്തീരും. ആ പദങ്ങൾ അള്ളാന്റെ സിഫത്തായിട്ട് ചേർക്കാനും പറ്റൂല. അള്ളാന്റെ സിഫത്തായി ചേർക്കുന്നത് അള്ളാഹ് തന്നെ അവനെ വിശേഷിപ്പിച്ച വാക്കുകളിൽ തന്നെ വിശേഷിപ്പിക്കണം. അസ്മാ സിഫാത്ത് തൗഖീഫിയ്യ ബഹ്ത, അത് തനിച്ച തൗഖീഫിയാണ്. വഹയിൽ വന്ന അൽഫാളുകളിൽ ഉറച്ചു നിൽക്കേണ്ടതുമാണ്. പിന്നെ ഇവിടെ മുഅല്ലിഫ് റഹിമഹുല്ലാഹ് ആ പദം ഉപയോഗിച്ചതിനുള്ള ന്യായം അഹ്ലുസുന്നത്തിന്റെ ഈ ഖാഇദ അനുസരിച്ചാണ്. ബാബുൽ ഇത്ലാഖ് വൽ ഇഖ്ബാർ ഔസ മിൻ ബാബിൽ അസ്മാ വസ്സിഫാത്ത് തൗഖീഫിയ്യ. അപ്പൊ ഖദീമുൻ ബിലബ്തിദാ, അല്ലാഹു സുബ്ഹാനഹു വ തആല തുടക്കമില്ലാത്ത ഖദീമാണ്. അത് അള്ളാഹുവിന്റെ അൽ ഔവൽ എന്നുള്ള നാമത്തെയും അതിനുള്ള വിശേഷണത്തെയും നമുക്ക് പരിചയപ്പെടുത്തി തരാൻ വേണ്ടി പറഞ്ഞിട്ടുള്ള മറ്റൊരു വാക്കാണ്. ഖദീം എന്നുള്ള വാക്കിൽ അള്ളാഹിനെ വിളിക്കാനോ ആ സിഫത്ത് അള്ളാഹുവിലേക്ക് ചേർക്കാനോ പറ്റില്ല. അത് അള്ളാഹിന്റെ ശരിയായ ഇസ്മു അവ്വലാണ്, അതിനുള്ള ആ സിഫത്താണ് അള്ളാഹിലേക്ക് ചേർക്കേണ്ടത്. അതിനെ പരിചയപ്പെടുത്താൻ വേണ്ടി മാത്രം വല്ലിഫ് കൊണ്ടുവന്നിട്ടുള്ളതാണ്. ബിലബ്തിദ വദായിമുൻ, അള്ളാഹു ദായിമാണ്. ബിലൻതിഹാ, അവൻ ഒരിക്കലും തന്നെ ഇന്തിഹാ ഇല്ലാത്തവനാണ്, അറ്റമില്ലാത്തവനാണ്, അവസാനമില്ലാത്തവനാണ്. അവൻ